നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം വിജയശതമാനം കുറയുകയും എന്നാൽ പുനഃപരീക്ഷ എഴുതുന്നതിൽ ഈ ഒരു വർഷം അനുകൂലമായിട്ടുള്ള വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം ഉണ്ടാകുന്നതുമാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും സ്വന്തമായി നടത്തി വരുന്നവർക്കും 2025 ജൂൺ മാസം മുതൽ തന്നെ കഠിനാധ്വാനം ചെയ്ത് സ്വല്പം ഫലമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ചിലരൊക്കെ തന്നെ നിലവിലുള്ളത് നിർത്തിവെച്ച് ജോലിയിൽ പ്രവേശിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ജൂൺ മാസം വരെ നിലനിർത്താൻ സാധിക്കുന്നവർക്ക്, അതായത് ശമ്പളം കൊടുത്തുകൊണ്ടും വാടക കൊടുത്തുകൊണ്ടും അനുവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് ജൂൺ മാസം മുതൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാകുവാനും ഒരു പക്ഷേ ഈ വർഷത്തിൻ്റെ ഒടുവിൽ അത് നല്ലൊരു വിലയ്ക്ക് വിൽപ്പന ചെയ്യുവാനുള്ള അവസരം പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. എന്നാൽ ഓഗസ്റ്റ് മാസം മുതൽ മാത്രമേ ന്യായമായിട്ടുള്ള വില ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. നിലവിലുള്ള ഗ്രഹത്തിൽ പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തിയാലും അതിലൊരു പരിപൂർണത വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ഒരു പക്ഷെ വാടകയ്ക്ക് കൊടുക്കുവാനോ എന്നിട്ട് വാടകയ്ക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ തക്കവണ്ണം ഉള്ള അവസരങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനും സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ചില വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ മനസ്സില്ലാ മനസ്സോടെ അതായത് അർദ്ധമനസ്സോടുകൂടിയാണ് ചെലവിനങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദേശത്തുള്ള ഉപരിപഠനം തൽക്കാലം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിയതാണെങ്കിൽ ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ജനുവരി മുതൽ തന്നെ മേലധികാരി മറ്റ് ജോലി നേടി പോവുകയും ആ ഒരു തസ്തിക വന്നു ചേരുകയില്ലെങ്കിൽ പോലും ചുമതലകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ കൃത്യമായുള്ള രീതിയിൽ അനുവർത്തിക്കുന്നത് വഴിയും കൃത്യമായുള്ള രീതിയിൽ അത് കൊണ്ടു നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ ആ ഒരു തസ്തിക വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടി ഇതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവസരങ്ങളുണ്ടാകും. മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുവാൻ സാധിക്കും. മറ്റു ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി പുണ്യതീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അനുവർത്തിക്കുന്നത് വഴി അവരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ട് ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങളും അനുഷ്ഠാനക്രമങ്ങളും ഒരു പരിധിവരെ സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുവാനായിട്ട് ധ്യാനം, യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് വളരെ ഗുണകരമായി തീരും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടവരുമെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാനും അന്തിമമായിട്ട്
തൃപ്തിയായിട്ടുള്ള വിഭാഗം തന്നെ വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള പക്വത മക്കൾക്ക് ഇല്ലാത്തതുകൊണ്ട് സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുവാനും വൈദ്യനിർദ്ദേശത്താൽ ഹോർമോണിലെ ചില അപാകതകളെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദഗ്ധമായുള്ള ചികിത്സകൾക്ക് മക്കൾക്ക് വേണ്ടി വരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുവാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലീകരിക്കുവാനും സാധ്യതയുണ്ട്. ഏകാഭിപ്രായത്തോടു കൂടിയതായിട്ടുള്ള അപേക്ഷകൾ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാകുവാനിടയുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ജൂൺ മാസം മുതൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുവാനും 2027 ജൂൺ മാസം വരെയും അതിൻ്റെ ഒരു അനുഭവ ഫലങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും പുതിയ തലമുറയുള്ളവർക്ക് ക്രിയാത്മകമായിട്ട് അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വളരെ ഗുണകരമായി തീരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് സ്വന്തം സ്ഥാപനത്തിൽ അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സ്ഥാപനങ്ങൾ മറ്റ് വ്യവസായങ്ങളിൽ വ്യാവസായികമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇടവരുവാനിടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിൻ്റെ അക്ഷരം പ്രതി അനുസരിക്കുന്നത് വഴി പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഗവേഷണ ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സമർപ്പണത്തിനൊക്കെ സാധിക്കുന്ന പക്ഷം ജൂൺ മാസം മുതൽ ആയിരിക്കും ഏറ്റവും നന്നാവുക. അവിചാരിതമായിട്ട് അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഇടവരും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും ഇത്രയും കാലം പൊതുജന സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നുള്ളതിലുപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു നിബന്ധനകളൊക്കെ അല്ലെങ്കിൽ ചില പരിധികളൊക്കെ നിശ്ചയിക്കേണ്ടതായ സാഹചര്യങ്ങൾ പല ജോലിക്കാർക്കും വേണ്ടി വരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ജൂൺ മാസം മുതൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിടവരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതമായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ അവസരം വന്നു ചേരും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുരോഗതിയില്ലാത്ത പ്രസ്ഥാനത്തിന് വിൽപ്പന ചെയ്ത് സ്വന്തം മേൽനോട്ടത്തിലും സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ഉദ്ധരിക്കുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുന്നത് വളരെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള രാജ്യത്തിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. എന്നാൽ അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലരെല്ലാം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാനും മറ്റ് ചിലർ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അവിടെ ലഭിക്കുവാനും സാധ്യതയുണ്ട്.
അനായാസേന ചെയ്തു തീർക്കാം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും സ്വല്പം മാർഗതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും സേവന സന്നദ്ധതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ ഉപകരിക്കുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് ചേരുവാനും ഒരു വിദേശ ഭാഷ പഠിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും തുടക്കം കുറിക്കുവാനും ഏറെക്കുറെ ഈ വർഷം തന്നെ പൂർത്തീകരിക്കുവാനും ഇടയുണ്ട്. എന്നാൽ 2027 ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാത്രമേ നല്ല ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നതുമുള്ളൂ. പൊതുവെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി, മനസ്സിന് ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവ് എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ ധ്യാനവും അതേപോലെ തന്നെ യോഗയും പ്രാണായാമമൊക്കെ തന്നെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയും മാതാപിതാക്കൾക്ക് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളൊക്കെ മാറി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും വന്നു ചേരുവാൻ 2026 അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്.